ചർച്ചയിൽ. ഒപ്പം സതീഷ് വസന്തിനോട് ഒരു ചോദ്യം കൂടി. ഈ ഗുരുവായൂർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ സ്പെഷ്യൽ അത്തപ്പൂക്കളം ഇടാറുണ്ട്. അതുമൊക്കെ ബാൻ ചെയ്യണം എന്ന് അങ്ങ് പറയും. എന്തൊക്കെ ആണ് നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്ന് ഇന്ത്യ മുന്നണി പറയുക. ഇപ്പം നിഖിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഈ മുതബ്ലാക്കാട് ആണ് എന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, പെട്ടെന്ന് ഒരു ഇടവേളയിൽ കൂടെ പോകേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം നിഖിൽ പറഞ്ഞതെന്ന് വെച്ചാൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നോക്കൂ, ഇവരെല്ലാം ഹിന്ദുക്കളല്ലേ. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്. പക്ഷേ ഞാൻ ദിവസവും കാലത്തെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ എൻ്റെ വക്കീൽ ഓഫീസിൽ പോവുള്ളൂ. അത് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായി ട്രിവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഹിന്ദു വിരുദ്ധത വരൂ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമ്പം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കണക്കാക്കണം. അവിടെ രാഷ്ട്രീയം പാടില്ല. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് അതിപ്രസരം വന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഒരു അത്തപ്പൂക്കളം ഇപ്പം നേരത്തെ നമ്മളെ ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രദീപുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നങ്ങൾ വരേണ്ട. ഇതൊന്നും ബോംബൊന്നും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു അത്തപ്പൂക്കളത്തിൻ്റെ പ്രശ്നം. അപ്പം അവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ നിഖിലിനെ ചോദിക്കുന്നത്, ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഹിന്ദുക്കളല്ലാതെ മറ്റു മതസ്ഥരൊന്നും അല്ലല്ലോ, ആണോ? അല്ലല്ലോ. നിങ്ങൾ ഈ രാഷ്ട്രീയം എന്തിനാണ് കൊണ്ടുവരുന്നത്? നിങ്ങളവിടെ അത്തപ്പൂക്കളം ഇടൂ. അവിടെ ഈ രാഷ്ട്രീയം വന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. നിഖിലെ, നമ്മൾ ഈ രാഷ്ട്രത്തിൽ നമ്മൾ അവിടെ അല്ല നിങ്ങൾ തിരഞ്ഞെടുപ്പൊക്കെ അതൊക്കെ പറ്റുന്നേ ഒരു ക്ഷേത്രത്തില് തിരഞ്ഞെടുപ്പിൽ അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉപദേശ സമിതിയിൽ പ്രദീപിലെ ഒരു കാര്യം പറയുന്നത് നിഖിലെ, ആ ഉപദേശ സമിതിയിൽ നിങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരാണെന്ന്. അവിടെ എല്ലാവരും ഉണ്ടെന്നേ, നിങ്ങൾ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ ഉപദേശ സമിതിയും എല്ലാവരും കൂടി നല്ലൊരു സഹവർത്തിത്തോട് പോകണം. അവിടെ രാഷ്ട്രീയം നിങ്ങൾ കലക്കല്ലേ. ഒരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ ക്ഷേത്രവിധിയിൽ പോവുക. നിങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ടാണ് മറ്റുള്ളവരും രാഷ്ട്രീയത്തിലേക്ക് പോണത്. റൈറ്റ് അങ്ങയിലേക്ക് മടങ്ങിയെത്താം.